അങ്ങനെ നമ്മൾ റൂം മേക്ക് ഓവർ ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ റീബ്രാൻഡിങ്ങിന് വേണ്ടി റെഡിയായി. ഇനി റീബ്രാൻഡിങ് ഏതൊക്കെ ഏരിയാസിലാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കിയാലോ. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 2 സെൽഫ് അസസ്മെന്റ് ടൂൾസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ വെൽക്കം ടു റീബ്രാൻഡിങ് മൈ സെൽഫ് ഡേ 2 ഹൂ ആം ഐ റിയലി. ടൂൾ നമ്പർ 1 SWOT അനാലിസിസ് ആണ്. എന്താണ് SWOT അനാലിസിസ്? സ്ട്രെങ്സ്, വീക്ക്നെസ്സസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെറ്റ്സ്. ഈ 4 ഹെഡ്സിന്റെ അണ്ടറിൽ വരുന്ന കുറച്ച് സെറ്റ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കുറച്ച് ടൈം എടുത്ത് ആൻസർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതായത് ഏതൊക്കെ ഏരിയാസിലാണ് നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വേണ്ടത്, ഏതൊക്കെ ഏരിയാസിലാണ് കുറച്ചും കൂടെ ഫോക്കസ് കൊടുക്കേണ്ടത് എന്നിങ്ങനെ കുറച്ച് കാര്യങ്ങളുടെ ഒരു പ്രോപ്പർ അനാലിസിസ് നമുക്ക് കിട്ടും. ഗൂഗിളിലും പിൻട്രസ്റ്റിലൊക്കെ ഇതിന് ധാരാളം ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. നമ്പർ 2 ഷാഡോ വർക്ക്. സ്വാറ്റ് അനാലിസിസ് നമ്മളെ ബിൽഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഷാഡോ വർക്ക് നമ്മുടെ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൺലൈൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ചധികം ജേർണൽ പ്രോംസ് നമുക്ക് കിട്ടും. കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ChatGPT സെർച്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രോംസ് യൂസ് ചെയ്ത് ജേർണൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇതേവരെ ഡിസ്കവർ ചെയ്യാത്ത ഏതെങ്കിലും ട്രോമാസ് നമുക്കുള്ളിലുണ്ടോ എന്നുള്ളതും എവിടെയൊക്കെയാണ് ഹീലിംഗ് വേണ്ടതെന്നുള്ള ഒരു പ്രോപ്പർ ഐഡിയ നമുക്ക് കിട്ടും. അത്യാവശ്യം ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ എല്ലാ കരുതലോടും കൂടിയിട്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. ഇനിയിപ്പോൾ ഇത്ര ടൈം എടുത്താലും കുഴപ്പമില്ല, ഞാൻ ഈ ഗ്യാദർ ചെയ്ത ഇൻഫർമേഷൻസ് ഒക്കെ എനിക്ക് തന്നെ യൂസ്ഫുൾ ആക്കാനുള്ളതാണല്ലോ എന്ന് ഓർത്തപ്പോൾ വേറൊന്നും നോക്കിയില്ല, ഞാൻ അങ്ങോട്ട് ഇരുന്നു. ഷാഡോ വർക്കൊക്കെ ഏറെക്കുറെ ഇടയ്ക്ക് ഞാൻ ചെയ്യാറുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ കൈവെക്കാത്ത മേഖല ആയിട്ടുള്ള സ്വാറ്റ് അനാലിസിസ് എന്ന് തുടങ്ങാതെ ഞാൻ അങ്ങോട്ട് ഓർത്തു. സംഭവം പറഞ്ഞ പോലെ അത്യാവശ്യം ടൈം കൺസ്യൂമിംഗ് ആണെന്നുണ്ടെങ്കിലും ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും സമയം പോകുന്നത് പോലും ഞാൻ അറിഞ്ഞില്ല. എന്തിനേറെ പറയുന്നു, അപ്പുറത്തിരിക്കുന്ന ക്ലോക്ക് കംപ്ലൈന്റ് ആണെന്ന് തന്നെ അരമണിക്കൂർ എടുത്താണ് ഞാൻ മനസ്സിലാക്കിയത്. ഈയിടെയായിട്ട് ജേർണലിംഗ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണോ എന്നറിയില്ല, എഴുതി തുടങ്ങിയപ്പോഴത്തേക്കും ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയി. എന്തായാലും ഇത് ഇന്നൊന്നും തീരാൻ പോകുന്നില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിന്ന് ഗ്യാദർ ചെയ്ത ഇൻഫർമേഷനും ഏതൊക്കെ ഏരിയാസിലാണ് നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വേണ്ടതെന്നും ഈ ഗ്യാദർ ചെയ്ത ഇൻഫർമേഷൻസും വെച്ച് എങ്ങനെ സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാമെന്നും നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.